അല്ലേ ഞാൻ ഫസ്റ്റ് ടൈം ഈ സെൻറ്റർ കണ്ടിട്ടുള്ളത്. മീൻ കിട്ടിയല്ലോ. ആ ദേ ഗായ്സ് ഇപ്പോൾ വന്നോളൂ. നമ്മൾ രാവിലെ ദേ നമ്മുടെ ജോബി ചേട്ടനുണ്ട്. നമ്മൾ ഫിഷിങ് തുടങ്ങി. അജ്മാലിൽ ഫസ്റ്റ് മീൻ അടിച്ചു. ഇതിൻ്റെ പേരൊന്നും ആളെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുള്ള മീനാട്ടോ. കൊരുത്തിടാൻ പറ്റിയ സാധനം കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ വേട്ടക്കാരൻ വ്ളോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വേട്ടക്കാരൻ. അപ്പോൾ നമ്മൾ അജ്മാലിൽ പിന്നെയും തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ തോറ്റ് പിന്മാറിയെടുത്ത് തന്നെ നമ്മൾ തിരിച്ചു വന്ന് പിന്നെയും മീൻ പിടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പിന്നെയും തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് 300 രൂപ എടുത്ത് 300 ദിർഹംസ് കൊടുത്ത് എന്തായാലും റോഡ് റീലൊക്കെ സാധനങ്ങളൊക്കെ എടുത്തു. അപ്പം മീൻ പിടിക്കാണ്ട് വെറുതെ പോവില്ല എന്ന് പറഞ്ഞേക്കാണ്. അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്, ഒരു രക്ഷയില്ല. അത് അങ്ങ് അപ്പുറത്തൊരു മതിയായ 10 ഫീറ്റൊക്കെ ആയിട്ട് ഒരു ചേട്ടൻ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതേ അപ്പുറത്ത് ജോബി ചേട്ടനുണ്ട്, ഇവിടെ ഞാനുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ മീൻ പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ലൈവ് ഷ്രിമ്പാണ് യൂസ് ചെയ്യുന്നത്. അതേ കണ്ടില്ലേ, അടിപൊളിയായിട്ട് പട്ട മീൻ അടിച്ച് കയറുന്നുണ്ട്. ഞങ്ങൾക്ക് കുഞ്ഞ് ഹുക്ക് മതി, ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ മീൻ അടിച്ച് കിട്ടും. വീഡിയോയിൽ ഫേസ് കണ്ടേ ഒളിക്കും നമ്മള്. ജോബി ചേട്ടന് ഫിഷ് കിട്ടി. ഞാൻ അപ്പുറ സൈഡിൽ പോയിട്ട് ശങ്കൊക്കെ വാരിയിട്ട് ചുമ്മാ തിരിച്ചു വന്നു. പോയാ ഏയ് ഉണ്ടായിരുന്നു തോന്നൂലോ. ചിലപ്പോ ലൂസായി പോയി കാണും, ചാടിപ്പോയി കാണും. ആ കുഴപ്പമില്ല, ഒന്നുകൂടെ വീശ്. അടുത്ത തന്നെ ആവേശത്തോടെ വീശ്. ഇവിടെ ഫിഷിങ് എന്തോരം ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ വീഡിയോയിൽ അങ്ങേ അറ്റം വരെ അങ്ങോട്ട് നോക്കണം. പക്ഷെ അത്രയും ദൂരം നമുക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ പറ്റില്ല. വല്ല ഡ്രോണും വേണം. 1.5 കിലോമീറ്റർ ദൂരത്തായിട്ട് ആൾക്കാർ നിരത്തി പിടിച്ചിരിക്കുകയാണ്. ഫിലിപ്പീൻസുണ്ട്, അറബീസുണ്ട്, മലയൂസുണ്ട്, എല്ലാ ടൈപ്പ് ആൾക്കാരും വന്നിരിപ്പുണ്ട്. ചറ ആൾക്കാരാണ് ചൂണ്ടയിടാൻ വന്നിരിക്കുന്നത്. അതേപോലെ ഒരു അടിപൊളി സ്പോട്ടാണ്. നമ്മുടെ ഏരിയയിൽ മാത്രമേ എന്തോരം ആൾക്കാരുണ്ടെന്ന് കാണിച്ചു തരാം. എൻ്റെ പൊന്നോ, നിറച്ച ആൾക്കാരാണ്, ഒരു രക്ഷയില്ല. ചവറാണെങ്കിൽ ആൾക്കാർ ഇതൊക്കെ വണ്ടിയൊക്കെ ഉണ്ടോ. വിഷയമെന്ന് പറഞ്ഞാൽ വേറെ ലെവലായിട്ട് ഫിഷിങ് വന്നിട്ട് അടിച്ചാ. ഷറഫേട്ടൻ എന്തോ പറഞ്ഞ അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ട് കൊള്ളാം, ശരിക്കുള്ള റിയൽ ഫിഷിങ്ങിൻ്റെ ഒക്കെ സൗണ്ട്. പോയോ? വള്ളി താന്നായിരിക്കണല്ലോ. പോയി ഞണ്ടോ? ഒരു ജിഗ് എന്താ ജിഗ് വെച്ചെറിഞ്ഞാണോ? ആണോ? ഞാൻ കരുതി ജിഗ് കിട്ടിയതാന്ന്. ഇതിനകത്തൊരു സീ ക്രീച്ചർ ഉണ്ട് കേട്ടോ. എന്ത് സാധനം അത് മനസ്സിലായി. ഇത് ജീവനുള്ള സാധനം കേട്ടോ. അത് അതിന്റെ മേത്ത് ഉടക്കിയിരിക്കണേ. നമ്മുടെ അടുത്തൊരു സാധനം വന്നിട്ടുണ്ടോ? ആ 2 എണ്ണം. ആ പൊളി മറ്റേ സാധനം തന്നെ. 2 എണ്ണം കേട്ടോ. അപ്പൊ ഇത് 2 ഹുക്ക് ഇട്ടതിന്റെ ഗുണം മനസ്സിലായില്ലേ? ശരി ഇങ്ങോട്ട് വന്നേ. വെട്ടത്തിലിട്ട് വാ. ഇത് പൊക്കി പിടിച്ചെങ്ങനെയാ? ജോബി ചേട്ടന് ഹാപ്പിയായി. ജോബി ചേട്ടന് ഫണ്ട് മുടക്കിയ സാധനം ജോബി ചേട്ടന് കിട്ടി. കാര്യം തിരിച്ചേ ഉള്ളൂവെങ്കിലും അല്ലേ, നമുക്ക് ഹാപ്പിനെസ് മതി. അവനെ സൂക്ഷ്യം കണ്ടെടുത്തില്ലെങ്കിലേ കൈയുടെ ഇടപാട് വരും. ചവൻ ചാടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക. അവൻ്റെ കഴുത്തേ തന്നെ പിടിച്ച് ചെകിളയിൽ ഒരു കുറുമൂറുണ്ടായിരുന്നു. സുഖമായിരുന്നു. കൈ അങ്ങനെ പിടിക്കില്ലേ. ഇവൻ്റെ ചെകിളയിലും മുള്ളുണ്ട്. സൂക്ഷ്യം കണ്ടെടുത്തോ. ഭയങ്കര ടാസ്ക് സാധനം.
പ്ലെയർ വേണോടാ? ഞാൻ എടുത്തിട്ട് സുഖമായിട്ട്. പ്ലെയറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് പിടിച്ചു, ഫോൺ പിടിച്ചു. നീ അത് മാറ്റി എങ്ങനെ പിടിച്ചോ, കുഴപ്പമൊന്നുമില്ല. സാനിറ്റൈസർ ഇട്ടത് അല്ലേ. ഇവിടെ കണ്ടോ? അവിടെ മുള്ളുണ്ടല്ലേ, കീറിയ പഴുക്കും. അവിടെ കൂട്ടമായിട്ട് നിൽക്കുക, അതാണ് ഇമാരടിച്ചത്. അപ്പം മീനാട്ടോ ഇത്, കറുപ്പ് പോലെയാണ് നമ്മുടെ നാട്ടിലത്തെ. വറുക്കാൻ കൊള്ളാം. ഞാൻ പറഞ്ഞില്ല, നല്ല കൊത്തുണ്ടായിരുന്നു കേട്ടാടാ. അത് അത്ര പണിയേ ഉള്ളൂ നമ്മുടെ അടുത്ത കളി. പക്ഷെ പിന്നെ സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് പോകും. കത്രി വെച്ചാൽ പിടിച്ചങ്ങട്. ഓ ഇവന്റെ മസിലേ ഭയങ്കര പിടുത്തമല്ലേ. ഇത്രച്ചേ ഉള്ളൂവെങ്കിലും ഇവന്റെ അഹങ്കാരം. ആ കൂട് പറഞ്ഞ ഇപ്പൊ വിടണ സമയത്ത് എന്റെ കയ്യിലിട്ട് പെടുത്തു ഉണ്ടോ? കയ്യിൽ വയ്യ ഉടക്കിയിരുന്നു. ഇപ്പൊ എത്ര മീനായിരുന്നു? അത്യാവശ്യം ഒരു ചെറിയ ഫ്രൈ അടിക്കാനുള്ളതൊക്കെ ആയിട്ട് അതൊക്കെ മതി അല്ലേ? വലിയ കളിയൊന്നും നിൽക്കണ്ട. നോക്കിയ അടിപൊളി വലിയ ബിഗ് ഗെയിമിനായിട്ടുള്ള ആൾക്കാർ സ്പീഡ് ബോട്ട് എടുത്ത് കടലിലോട്ട് പോവാണ്. അപ്പോൾ വലിയ കിങ് ഒക്കെ പിടിച്ചിട്ടായിരിക്കും അവർ വരും. ഇങ്ങനെ കിടത്തിയിട്ട് ശരിയല്ല, ഇത് വേറെന്താ സാധനം? എന്താണെന്ന് എനിക്ക് പറ്റി. ഹാപ്പിനെസ് ലക്കിന്റെ ദിവസമാണ്. എല്ലാ ദിവസവും അവർ വരും. എൻ്റെ അമ്മ ഇതിപ്പോ ഏകദേശം എത്ര കാണുമായിരിക്കും ഇത്? ഒരു 10-15 അല്ല വെയിറ്റ് 1 കിലോ അടുത്തുണ്ടല്ലേ. എന്തൊക്കെ മീനാണെന്ന് അറിയത്തില്ല. നല്ല ഭംഗിയൊക്കെയുള്ള മീനാണ്. ജോബി ചേട്ടനാണ് ഇന്നത്തെ ഹീറോ. ഇന്ന് ജോബി ചേട്ടൻ എന്തായിരുന്നു വൈഫ് പറഞ്ഞായിരുന്നു നമുക്കൊന്നും കിട്ടത്തില്ല, നമുക്കൊന്നും കിട്ടില്ല എന്നല്ലേ പറഞ്ഞേ. വെറുതെ സമയം കളയാൻ പൈസ കളയുന്ന പരിപാടിയാണ്. അതേപോലെ ഞാൻ റോഡ് റീലെടുത്തപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് പറഞ്ഞായിരുന്നു ഇതൊക്കെ വലിയ കാര്യമുണ്ടോയെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് അജ്മാലിൽ വന്ന് ഫിഷിങ് കഴിഞ്ഞു പോകാൻ തുടങ്ങുകയാണ്. ഫോണിൽ ഒട്ടും ചാർജില്ല, അതുകൊണ്ട് അധികം നേരം നിർത്തുന്നില്ല. അപ്പം see you in the next video. Till then, see your one and only favorite വേട്ടക്കാരൻ signing off guys. Bye.